ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വെറൈറ്റി സ്റ്റൈൽ മുട്ട ബജിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുട്ട ബജിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് കൂട്ടുകളൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബജിക്കുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാളയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ കിട്ടണം കേട്ടോ. അധികം ലൂസാക്കി എടുക്കരുത്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം ലൂസാക്കാതെ ഇങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2-3 കോഴിമുട്ട കുറച്ച് വെള്ളത്തിൽ ഉപ്പും ചേർത്തൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ചെറിയത് കാടമുട്ടയാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നടു കട്ട് ചെയ്തിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോകാനാണ് കേട്ടോ. എന്നാൽ നമ്മുടെ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മുട്ടയൊക്കെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബജിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. എന്നിട്ട് അടുത്ത സെറ്റും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബജിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ സ്ഥിരം റെസിപ്പി ഒന്ന് മാറ്റി പിടിച്ച് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.